ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. മകളെ 15 മിനിറ്റിനുള്ളിൽ 30 മാർക്ക് ഉറപ്പിക്കാവുന്ന 30 ക്വസ്റ്റ്യൻ ഉറപ്പായും ചോദിക്കുന്ന 30 ക്വസ്റ്റ്യൻ എല്ലാ ചാപ്റ്ററിലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 30 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോലെ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു കോമ്പൗണ്ടിന്റെ IUPAC നെയിം തന്നിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം തന്നിട്ടുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2-methyl butane. ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ 4 കാർബൺ, 1 2 3 4 ബ്യൂട്ടൈനായി. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ബ്യൂട്ടൈനായി. ഇനി നമ്പർ ചെയ്യണ്ടേ? നമ്പർ എങ്ങനെയാ? 1 2 3 4. അവര് പറഞ്ഞത് രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെന്നാ. മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 1 കാർബണുള്ള ബ്രാഞ്ച്, ഈഥൈൽ എന്ന് പറഞ്ഞാൽ 2 കാർബണുള്ള ബ്രാഞ്ച്, പ്രൊപ്പൈൽ എന്ന് പറഞ്ഞാൽ 3 കാർബണുള്ള ബ്രാഞ്ച്. അപ്പൊ രണ്ടാമത്തെ കാർബണിൽ 1 കാർബണുള്ള ബ്രാഞ്ച്, രണ്ടാമത്തെ കാർബണിൽ 1 കാർബൺ, മീഥൈൽ. അപ്പൊ 2-methyl butane ഒരു ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം. ഈ കാർബൺ ചുറ്റും 1 ബോണ്ടാണ്, മൊത്തം 4 ബോണ്ട് വേണം. 1 ബോണ്ട് കഴിഞ്ഞാൽ 3 ബോണ്ട് കൂടി വേണം. 3 ബോണ്ടിന് പകരം 3 ഹൈഡ്രജൻ ഇടാ. ഈ കാർബൺ ചുറ്റും 1 2 3 ബോണ്ട് ഉണ്ട്, 1 ഹൈഡ്രജൻ മതി, 4 ബോണ്ട്. ഇവിടെ 3 ബോണ്ട്, ഇവിടെ 2 ബോണ്ട്, ഇവിടെ 3 ബോണ്ട്. ആഹാ, കഴിഞ്ഞു. 2-methyl butane സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ കിടക്കാം. ഹൈഡ്രോകാർബൺ that have a double bond between carbon atom are called. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബണുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നല്ല. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ടുകൾ ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ആൽക്കീൻ, അല്ലെ? ആൽക്കീനുകൾ. അപ്പൊ ഏതാ? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബൺ നമുക്ക് വിളിക്കാം ആൽക്കീനുകൾ എന്ന് വിളിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ആർ ഇൻ ദ പെന്റ്-2-ine? പെന്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ, 1 2 3 4 5. പെന്റ്-2-ine ആ നമ്പർ ചെയ്യണം. 1 2 3 4 5. എന്താ രണ്ടാമത്തെ പൊസിഷൻ? ഐൻ, ട്രിപ്പിൾ ബോണ്ട് ആണ്. ഐൻ, പെന്റ്-2-ine. ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്യണ്ടേ? എത്ര ഹൈഡ്രജൻ വേണം മക്കൾ നോക്കിയേ, എത്ര ഹൈഡ്രജൻ വേണം നോക്കിയേ. ഈ കാർബണേറ്റ് മൊത്തം 4 ബോണ്ടാണ് ഉള്ളത്. സോ 3 ഹൈഡ്രജൻ കൂടി വേണം. ഈ കാർബൺ 1 2 3 4 ഫില്ലായി. 1 2 3 4 ഫില്ലായി. ഇവിടെ 2 ഹൈഡ്രജൻ മതി, 2 ബോണ്ട് ഓൾറെഡി ഉണ്ട്. ഇവിടെ എത്ര ഹൈഡ്രജൻ വേണം? 1 2 3. യെസ്. അപ്പൊ ഈ മോളിക്യൂളിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്നാണ് ചോദ്യം. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. 1 2 3 4 5 6 7 8. 8 ഹൈഡ്രജൻ പ്രസന്റ് ആണ്. ക്ലിയർ അല്ലേ? പെന്റ്-2-ine, പെന്റ്-2-ine. നെക്സ്റ്റ് ഈസ്, which of the following is the functional group of acid? ആസിഡിലെ ഫങ്ഷണൽ ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആര് എന്നുള്ളതാണ്. കാർബോക്സിലിക് ആസിഡിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെ? ആസിഡിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? COOH ഗ്രൂപ്പുകളാണ്. അടുത്ത് CH3 CH2 CO. CH3 നോക്കിക്കോ, ഇതിനാ IUPAC നെയിം ആണ്. ഈ കോമ്പൗണ്ട് IUPAC നെയിം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് കീറ്റോണുകളാണ്. എന്താ പറയാ? കീറ്റോണുകൾ. നിങ്ങൾ നമ്പർ എന്നതിൽ ശ്രദ്ധിക്കേണ്ടത് ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് കണ്ടെത്തുക. മക്കൾക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവരാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. യെസ്. ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക് ചെറിയ നമ്പർ കിട്ടുന്ന രീതി ഏതാണോ ആ രീതിയിൽ വേണം നമ്പർ ചെയ്യാൻ. ഇവിടുന്ന് നമ്പർ ചെയ്താൽ 1 2 3 4 കിട്ടാൻ പറ്റൂല. 1 2 3 4 5 കാർബൺ. 5 കാർബൺ ആയതുകൊണ്ട് പെന്റാണ്. പെന്റ്. കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ടാ. ഈ ബോണ്ടുകളൊക്കെ സിംഗിൾ ബോണ്ടുകൾ ആയതുകൊണ്ട് എയിൻ, പെന്റെയിൻ. ഇനി എത്രാമത്തെ പൊസിഷനിലാണ് CO ഗ്രൂപ്പ്? രണ്ടാമത്തെ പൊസിഷനിൽ CO ഗ്രൂപ്പ്. CO ഗ്രൂപ്പ് വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന സഫിക്സ് ആണ് ഓൺ. അപ്പൊ എത്രയല്ല? രണ്ടാമത്തെ പൊസിഷൻ. സോ 2 ഓൺ വരുന്നേരം ഈ അങ്ങോട്ട് പോവും. അപ്പൊ പെന്റാൻ-2-on. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, CH4 plus Cl2 gives CH3Cl plus. ഇങ്ങനെ ആലോചിച്ചാൽ മതി. CH4 ഇതാണ് മക്കളെ. CH4 മക്കളെ ശ്രദ്ധിക്കുക. CH4 Cl2 കമ്പൈൻ ചെയ്യാം. യെസ്. എന്ത് കിട്ടി നമുക്ക്? ഇങ്ങനെ പോയി. ഇവിടുന്ന് H, ഇവിടുന്ന് Cl പോയി. എന്ത് കിട്ടി? CH3Cl കിട്ടി. CH3Cl കിട്ടി. പ്ലസ് എന്താ ഉണ്ടാവുക? അവിടെ പോയ സാധനം എന്താ? HCl ആണ് ഒഴിവായത്. HCl. അപ്പൊ പ്ലസ് HCl മതി. യെസ്.
കംപ്ലീറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ എന്താ? കംപ്ലീറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ നേരത്തെ പറഞ്ഞ അതേ റിയാക്ഷൻ ആണ്. CHCl2 പ്ലസ് Cl2 ആണ്. അപ്പൊ അത് ഇതാ ഇങ്ങനെ കണ്ട ഇങ്ങനെ റിമൂവ് ചെയ്യും. യെസ്, എന്താ കിട്ടുക? ഈ Cl ഇവിടെ വരില്ലേ, എന്താ കിട്ടുക? CHCl3 എന്താ കിട്ടുക? പറ. CHCl3 കിട്ടി. CHCl3 യെസ്, ഒന്നുമില്ല. ഇവിടുന്ന് ഒരു H ഇവിടുന്ന് ഒരു Cl പോയി. ആദേശ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒരാൾ പോയിട്ട് മറ്റൊരാൾ വരുന്നതാണ്. ഓക്കെ, യെസ്. CH2 plus CH2 double bond CH2 plus H2. Okay, which product is formed as the result of the chemical reaction? Double bond മക്കളെ ശ്രദ്ധിച്ചോ. ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിലേക്ക്, ഇത് ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണ്. ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ചെയ്താൽ ഒരു എളുപ്പ മാർഗമുണ്ട്. നിങ്ങൾ ഈ കോമ്പൗണ്ട് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. CH2 സിംഗിൾ ബോണ്ട് CH2, ഡബിൾ ബോണ്ട് ഉണ്ടാവാൻ പാടില്ല. ആ പൈ ബോണ്ട് ഒഴിവാക്കണം. എന്നിട്ട് ഇവിടെ കാണുന്ന സംഭവമില്ലേ, ഹൈഡ്രജൻ അല്ലേ, അത് രണ്ട് സൈഡിൽ ഏഡ് കൊടുക്കുക. H2. അപ്പൊ CH3 കിട്ടിയ പ്രോഡക്റ്റ് എന്താ? CH3 നിക്കലാണ് കാറ്റലിസ്റ്റ്. അപ്പൊ മക്കളെ മനസ്സിലാക്കുക, ഡബിൾ ബോണ്ടുകൾ സിംഗിൾ ബോണ്ടുകളായി മാറുന്ന റിയാക്ഷനുകൾ വിളിക്കുന്ന പേരാണിത് അഡിഷൻ റിയാക്ഷനുകൾ, അല്ലെ? ഡബിൾ ബോണ്ടുകൾ സിംഗിൾ ബോണ്ടുകളായി മാറുക. അത് പ്രോഡക്റ്റ് എന്തുണ്ടാവാൻ പാടില്ല? പ്രോഡക്റ്റ് ഈ ഡബിൾ ബോണ്ട് പ്രോഡക്റ്റിലേക്ക് വരുന്ന ഡബിൾ ബോണ്ട് ഉണ്ടാവാൻ പാടില്ല. ആ ഡബിൾ ബോണ്ട് അവിടെ നിന്ന് ഒഴിവാകുന്നു, രണ്ട് ഹൈഡ്രജനെ കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? യെസ്. ഓക്കെ, കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് വിനൈൽ ക്ലോറൈഡുകൾ. എന്താ വിളിക്കുക? പറ. വിനൈൽ ക്ലോറൈഡുകൾ എന്തായി മാറുക? പോളിമറൈസേഷൻ ആ. N മോളിക്യൂൾ എന്തായി മാറി? അത് പോളിവിനൈൽ ക്ലോറൈഡായി മാറി. ഒന്നുമില്ല, ഈ ബോണ്ട് അങ്ങ് റിയാക്ഷൻ അങ്ങനെ തന്നെ എടുത്തെഴുതുക. എന്നിട്ട് എന്ത് എഴുതുക? ഇങ്ങനെ ഇട്ട് കൊടുക്കുക, പോളിമറൈസേഷൻ. ഈ ഡബിൾ ബോണ്ട് ഉണ്ടാവില്ല, പ്രോഡക്റ്റിലേക്ക് വരുന്ന ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയി മാറി. ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ പോകും. പോളിവിനൈൽ ക്ലോറൈഡ്, PVC. പൈപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ്. പൈപ്പില്ലേ, ഹോസ് പൈപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ് പോളിവിനൈൽ ക്ലോറൈഡ്, PVC. യെസ്. കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. കാർബൺ മോണോക്സൈഡും ഡൈഹൈഡ്രജനും ചേർന്നാൽ ഹൈലി പോയിസൺ. കാർബൺ മോണോക്സൈഡും ഡൈഹൈഡ്രജനും ചേർന്നാൽ ഹൈലി പോയിസൺ ആയിട്ടുള്ള ഒരു ആൽക്കോൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ ആൽക്കോളിനെ വിളിക്കുന്ന പേരാണെന്ത്? മെത്തനോൾ അഥവാ കാർബിനോൾ. മെത്തനോൾ ഹൈലി പോയിസൺ ആൽക്കോൾ. വുഡ് ആൽക്കോൾ എന്ന്, വുഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി പോലും മരണത്തിന് കാരണമായിട്ടുള്ള ഹൈലി പോയിസൺ ആൽക്കോൾ, വിഷമദ്യ ദുരന്തത്തിന് കാരണമായിട്ടുള്ള ഹൈലി പോയിസൺ ആൽക്കോൾ, അതാണത് മെത്തനോൾ. നെക്സ്റ്റ് ഈസ് which enzyme is involved in the conversion of glucose to ethanol? ഗ്ലൂക്കോസിനെ എത്തനോൾ ആക്കി C6H12O6. ഗ്ലൂക്കോസിനെ എത്തനോൾ ആക്കി മാറ്റുന്ന എൻസൈം ഏതൊക്കെയാ? സൈമേസ്. ആരാ പറ? സൈമേസ്. അപ്പൊ ഗ്ലൂക്കോസിനെ എത്തനോൾ ആക്കി മാറ്റുന്ന എൻസൈം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏതാ? സൈമേസ് ആണ്. നെക്സ്റ്റ് ഈസ് who discovered the matter was wave nature? മാറ്ററിന് വേവ് നേച്ചർ, പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചർ, തരംഗ സ്വഭാവം, കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഒരുമിച്ചുണ്ടെന്ന് പറയുന്ന ആരാണ് ഡിസ്കവർ ചെയ്തത്? അയാളുടെ പേരെന്താ? ലൂയിസ് ഡി ബ്രോഗ്ലി അഥവാ ഡി ബ്രോഗ്ലി. ലൂയിസ് ഡി ബ്രോഗ്ലി ആണ് വേവ് നേച്ചർ പറഞ്ഞ സയന്റിസ്റ്റ്. ഏതാ? ലൂയിസ് ഡി ബ്രോഗ്ലി. യെസ്, ലൂയിസ് ഡി ബ്രോഗ്ലി ആണ് വേവ് നേച്ചർ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ മാറ്ററിന്, പദാർത്ഥങ്ങൾക്ക് വേവ് തരംഗ സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വേവ് നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞത് ലൂയിസ് ഡി ബ്രോഗ്ലി ആണ്. നെക്സ്റ്റ് ഈസ് who proposed the uncertainty principle? ഹൈസൻബർഗ്. ആരാ പറ? ഹൈസൻബർഗിൻ്റെതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹൈസൻബർഗ് ആണ്. ഹൈസൻബർഗിന്റെ പ്രിൻസിപ്പിൾ ആണിത്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹൈസൻബർഗ്. അടുത്ത് which is the name of quantum number used plus the main energy level? മെയിൻ എനർജി ലെവലുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പർ ഏതാ? മെയിൻ എനർജി ലെവലുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പർ ആണിത് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ. എന്താ പറയാ? പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ. മെയിൻ എനർജി ലെവലുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പർ ഏത് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ. ക്ലിയർ അല്ലേ? സ്മോൾ n കൊണ്ട് മാർക്ക് ചെയ്യും. യെസ്. which quantum number represents the difference in the orbital orientation? Orbital orientation പറയുന്ന quantum number, ഓർബിറ്റലുകളുടെ ഓറിയന്റേഷനെ പറ്റി പറയുന്ന quantum number ആണെന്ന് മാഗ്നറ്റിക് quantum number. എന്താ പറയാ? മാഗ്നറ്റിക് quantum number. മാഗ്നറ്റിക് quantum number അഥവാ സ്മോൾ m കൊണ്ട് മാർക്ക് ചെയ്യാം. യെസ്. the value of L in 2s subshell. L ന്റെ വാല്യൂ എങ്ങനെയാ? 0, 1,
2 3 ASPDF. ക്ലിയർ അല്ലേ? അപ്പൊ 0 എന്ന് എസിന് പകരം എന്താ? എസ് വന്നാൽ എല്ലിന്റെ വാല്യൂ 0 ആണ്, പി വന്നാൽ എല്ലിന്റെ വാല്യൂ 1 ആണ്, ഡി വന്നാൽ എല്ലിന്റെ വാല്യൂ 2 ആണ്, 3 വന്നാൽ എല്ലിന്റെ വാല്യൂ എഫ് ആണ്. ക്ലിയർ അല്ലേ? സോ വാല്യൂ ഓഫ് L in 2s subshell, 2s ൽ s ആണ്, s ന് L വാല്യൂ എത്ര? s ന് L വാല്യൂ 0. ക്ലിയർ അല്ലേ? 0. നെക്സ്റ്റ് ഈസ് വാല്യൂ ഓഫ് L in 3d subshell, d യുടെ L വാല്യൂ എത്ര? d യുടെ L വാല്യൂ 2 ആണ്. യെസ്, d യുടെ L വാല്യൂ എത്ര? 2. യെസ്. അടുത്ത് which block do the containing group 1 to 2 element? First which block do contain group 1 and 2 elements? The first and second group elements are known as S block elements. First and second group elements നെ വിളിക്കുന്ന പേരെന്താ? S block elements ആണ്. S block elements 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ് D block elements. 13 മുതൽ 18 വരെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ് P block elementകൾ. Yes, please. Okay, which are the group containing P block elements? 3 ദാ ഞാൻ 1 2 ദാ 1 പറ. 1 and 2 are S block ആണ്. 1 2 S 3 മുതൽ 12 വരെ 3 മുതൽ 12 വരെ D block ആണെങ്കിൽ 13 മുതൽ 18 വരെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ് P block elements. Which is the family as highest ionization enthalpy? ആർക്കാണ് highest ionization enthalpy ഉള്ളത്? നോബിൾ ഗ്യാസിനാണ് അല്ലെ? ഇനേർട്ട് ഗ്യാസ്, നോബിൾ ഗ്യാസ് ഏറ്റവും പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എൻതാൽപ്പി ഉള്ള ആർക്കാ? നോബിൾ ഗ്യാസിനാണ്. നെക്സ്റ്റ് ഈസ് filling the blank by finding the correct relationship. മോളാർ മാസ് ഓഫ് ഓക്സിജൻ 32 ഗ്രാം ആണ്. അപ്പൊ 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മോൾ ഓക്സിജന്റെ വോളിയമാണ്. 1 മോൾ ഓക്സിജന്റെ വോളിയമാണ് 22.4 ലിറ്റർ. അഥവാ STP യിൽ ഏത് ഗ്യാസിന്റെയും, ഓക്സിജൻ എന്നല്ല ഏത് ഗ്യാസിന്റെയും 1 മോളിന്റെ വോളിയം എത്രയാ? 22.4 ലിറ്റർ ആണ് മക്കളെ. നെക്സ്റ്റ് ഈസ് which of the following substance contain the same number of atoms as 32 gram of O2? 32 gram O2. 32 gram O2 എന്ന് പറഞ്ഞാൽ മോള് കണ്ടുക. മോൾ ഈസ് ഈക്വൽ എത്ര മോളാ? 32 gram O2 എന്ന് പറഞ്ഞാൽ 32 ബൈ മോളാർ മാസ് എത്ര? 32. ദാറ്റ് ഈസ് 1 മോൾ O2 ആണ്. 1 മോൾ O2 എന്ന് പറഞ്ഞാൽ എത്ര ആറ്റം ഉണ്ടാവും? 2 into 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സാർ ഈ 2 എവിടെ നിന്ന് വന്നു? 1 മോൾ ഓക്സിജനിൽ 2 മോൾ ഓക്സിജൻ ആറ്റം ഉണ്ട്. 1 മോൾ O2 എന്ന് പറഞ്ഞാൽ 2 മോൾ ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. സോ 2 into 6.02 into 10⁻23 ആറ്റംസ് ഓഫ് ഓക്സിജൻ. അങ്ങനത്തെ എഴുതണം. ആറ്റംസ് ഓഫ് ഓക്സിജൻ എന്ന് തന്നെ എഴുതണം. ആറ്റംസ് ഓഫ് ഓക്സിജൻ. അപ്പൊ 2 into 6.022 into 10⁻23 ആറ്റംസ് ഉള്ളത് എവിടെയാണെന്നാണ് ചോദ്യം. ഇതിലെത്രയാ? ഇവിടെ 6 ഗ്രാം കാർബൺ ആണ്. 6/12 എത്രയാ? 0.5 ആണ്. 0.5 അല്ല, 24 ഗ്രാം കാർബൺ. 24 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ 2 മോൾ കാർബൺ. 2 മോൾ കാർബൺ ആണ്. എങ്ങനെ കിട്ടി? 24 ഗ്രാം എന്ന് പറഞ്ഞാൽ 24/12 2 മോൾ കാർബൺ ആണ്. 2 മോൾ കാർബൺ എന്ന് പറഞ്ഞാൽ 2 into 6.022 into 10⁻23 ആണ്. അപ്പൊ ഇത് കിട്ടി. ക്ലിയർ അല്ലേ? 36 ഗ്രാം കാർബൺ അല്ല, 36 ഗ്രാം കാർബൺ എത്രയാ? 36/12 എത്രയാ? 3 മോൾ കാർബൺ ആറ്റം ഉണ്ട്. പറ്റൂല. 1 ഗ്രാം ഹൈഡ്രജൻ എന്നാൽ 0.5 മോൾ ആണ്. Which of the following substance has same value at STP as 64 gram of oxygen? 64 ഗ്രാം ഓക്സിജൻ. 64 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 64 ബൈ മോളാർ മാസ് 32 ആണ്. 2 മോൾ ഓക്സിജൻ ആണ്. 2 മോൾ O2 എന്ന് പറഞ്ഞാൽ 2 into 22.4 ലിറ്റർ ആണ്. ക്ലിയർ അല്ലേ? അതായത് 44.8 ലിറ്റർ O2. 2 മോൾ എത്രയാ? 2 മോൾ ഓക്സിജൻ. 64 ഗ്രാം O2 എന്ന് പറഞ്ഞാൽ 2 മോൾ ഓക്സിജൻ. ഇവിടെ 2 മോളുള്ള ആർക്കാ നോക്കാം? 44 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ 44 ബൈ മോളാർ മാസ് 44 ആണ്. അത് 1 മോൾ ആണ്. 128 ഗ്രാം SO2 സൾഫർ ഡയോക്സൈഡ് 128 മോളാർ മാസ് 64 2 മോൾ ആണ്. ശരിയാണ്. 2 17 മോളാർ മാസ് 17/17 എത്രയാ? മോളാർ മാസ് 17 ആണ്. 1 മോൾ ആണ്. 2 ഗ്രാം 2/2 എത്രയാ? 1 മോൾ ആണ്. സോ 2 മോളുള്ള ആരാ? 128 ഗ്രാം SO2 ആണ്. 128 ഗ്രാം SO2 ഗിവൺ മാസ് ബൈ മോളാർ മാസ്. തന്നിരിക്കുന്ന മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മോൾ കിട്ടും. സോ 64 ഗ്രാം O2 എന്ന് പറഞ്ഞാൽ 2 മോൾ ആണ്. 64 ഗ്രാം O2 എന്ന് പറഞ്ഞാൽ 2 മോൾ ആണ്. അപ്പൊ 2 മോൾ ഇവിടെ ആർക്കാണ് ഉള്ളത് നോക്കിയാൽ മതി. 2 മോൾ ഉള്ളത് 128 ഗ്രാം SO2 ആണ്. At STP, number of moles present in 11.2 liter carbon dioxide.
മോള് കാണാൻ വോളിയം തന്നിട്ടുണ്ട്. മോള് കാണാൻ ലീക്കേഷൻ എന്താ? വോളിയം അറ്റ് STP, വോളിയം അറ്റ് STP ഡിവൈഡ് ബൈ 22.4 ചെയ്താൽ മതി അല്ലേ? വോളിയം അറ്റ് STP ഡിവൈഡ് ബൈ 22.4 ആണ്. വോളിയം അറ്റ് STP എത്ര? 11.2 ആണ്. 22.4 ദാറ്റ് ഈസ് 1/2, 1/2. 1/2 വെച്ചാൽ 0.5 മോൾ. യെസ്, അപ്പൊ 0.5 മോൾ. യെസ് ഈസ് N2 plus 3H2 give 2NH3. Now, how many moles of nitrogen are required to produce 6 mole of ammonia? അതായത് 1 മോൾ നൈട്രജൻ കൊണ്ട് 2 മോൾ അമോണിയ ഉണ്ടാവും. 1 മോൾ നൈട്രജൻ കൊണ്ട് 2 മോൾ അമോണിയ ഉണ്ടാവുന്നുണ്ട്, നമുക്കറിയാം. അപ്പൊ അവര് ചോദിക്കുന്നത് 6 മോൾ അമോണിയ ഉണ്ടാവണമെങ്കിൽ എത്ര മോൾ നൈട്രജൻ വേണം? ക്ലിയർ അല്ലേ? അപ്പൊ 1 മോൾ നൈട്രജൻ കൊണ്ട് 2 മോൾ അമോണിയ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ 2 മോൾ നൈട്രജൻ കൊണ്ട് 4 മോൾ അമോണിയ ഉണ്ടാവുന്നുണ്ട്. ഇനി അപ്പൊ 3 മോൾ നൈട്രജൻ കൊണ്ട് 6 മോൾ അമോണിയ ഉണ്ടാവുന്നുണ്ട്. റെഡി അല്ലേ? യെസ്. അപ്പൊ 6 മോൾ 3 മോൾ നൈട്രജൻ. യെസ്. അടുത്ത് ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡാനിയൽ സെൽ, ഗാൽവാനിക് സെൽ ആണെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുന്നത് ഇലക്ട്രോളിറ്റിക് സെല്ലുകളാണ്. ഇലക്ട്രോളിറ്റിക് സെൽ ആണ് ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് which of the following is not an electrolyte? അയോണുകൾ ഇല്ലാത്തത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അയോണുകൾ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ KHCl H പ്ലസും Cl മൈനസും, KOHൽ K പ്ലസും OH മൈനസും, NaCl Na പ്ലസും Cl മൈനസും. അയോണുകൾ ഇല്ലാത്തത് ഏതിൽ മാത്രമാ? ഡിസ്റ്റിൽഡ് വാട്ടറിൽ മാത്രമാണ് അയോണുകൾ പ്രസന്റ് അല്ലാത്തത്. നെക്സ്റ്റ് ഈസ് ഫൈൻഡ് ഫില്ലിയന. കാർബണേറ്റ് ഓർ എന്ന് പറഞ്ഞാൽ കാൽസിനേഷൻ ആണെങ്കിൽ റോസ്റ്റിംഗ് ആർക്കാ? സൾഫൈഡ് ഓറുകൾക്ക് ഉപയോഗിക്കുന്നതാണ് റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. സൾഫൈഡ് ഓറുകളാണ്. ബോക്സൈറ്റ്, ക്ലേ and cryolite are the ores of aluminum. Which of this main ore of aluminum? ഇതിൽ ഏതാണ്? ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിന്റെ ഓർ ഏതാ? ബോക്സൈറ്റ് ആണ്. ഇത്രയും മിനറൽ ഉണ്ട്. ബോക്സൈറ്റ് ഉണ്ട്, ചൈന ക്ലേ ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്. ഇതൊക്കെ അലൂമിനിയത്തിന്റെ മിനറലുകളാണെങ്കിൽ അലൂമിനിയത്തിന്റെ ഓറായിട്ട് നമ്മൾ എടുക്കുന്ന ഏതാ? ബോക്സൈറ്റ് ആണ്. ക്ലിയർ അല്ലേ? why is selected as the main ore? എന്തുകൊണ്ടാണ് ഇതിനെ മെയിൻ ഓറായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം? ഈസിലി അവൈലബിൾ ആണ്. എക്കണോമിക്കലി അലൂമിനിയം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എക്കണോമിക്കലി ലാഭകരമായിട്ട് അലൂമിനിയം പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആരെയാണ്? ബോക്സൈറ്റിനാണ്. ഓക്കെ, അയൺ ഓർ Fe2O3 അലൂമിനിയത്തിന്റെ ഓർ ഏതാ? അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ് ആണ്. Al2O3 XH2. ഓക്കെ, ബോക്സൈറ്റ്. ഓക്കെ, ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ suitably. ഡിസ്റ്റിലേഷൻ ആർക്ക് ഉപയോഗിക്കും? സിങ്കിന് ഉപയോഗിക്കും. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ സിങ്കിനാണ്. സിങ്കിനാണ്. അപ്പൊ ലെഡ് പോലുള്ള മെറ്റലിന് ഉപയോഗിക്കുന്ന ലിക്വേഷൻ എന്താ പറയുക? ലീക്കേഷൻ. ലോ മെൽറ്റിംഗ് മെറ്റൽ, വളരെ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റലിന് ഉപയോഗിക്കുന്നതാണ് ലിക്വേഷൻ മെത്തേഡ്.